നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ഇബാദ് ഷായാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യമേ തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഈ കാൽമുട്ടിനായി വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വേദന, അസഹനീയമായ വേദനയാണ് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്നത്? സാധാരണഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുട്ടുവേദനയുടെ കാരണം തേയ്മാനമാണ്. അത് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് കാണുന്നത്. ഒരു 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിൽ ഗ്രാജുവലായിട്ട് പതുക്കെ പതുക്കെ തേയ്മാനം തുടങ്ങുന്നു. അതിപ്പം തേയ്മാനം തുടങ്ങി ഏകദേശം കാർട്ടിലേജ് പൂർണ്ണമായി തേഞ്ഞു പോയതിന് ശേഷം എല്ലും ഉരഞ്ഞു തുടങ്ങും. അതിന്റെ കൂടെ തന്നെ മുട്ടിന് വളവും സംഭവിക്കാറുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മുട്ടുവേദന അല്ലെങ്കിൽ തേയ്മാനത്തിലോട്ട് നയിക്കുന്ന ഒരു കാരണം വാതമാണ്. ഇപ്പം വാദം വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആമവാദമാണ്. ആമവാദം വരുമ്പോൾ എല്ലാ സന്ധികൾക്കും വേദനയും നീർക്കെട്ട് വരുന്നു. അത് പെതുക്കെ പെതുക്കെ നമ്മുടെ ജോയിന്റിന് ഡാമേജ് സംഭവിക്കുന്നു. അങ്ങനെയും തേയ്മാനം വരാം. അപ്പോൾ ആമവാദം വരുമ്പോൾ ഈ മുട്ടുവേദന മുട്ടിൽ മാത്രമല്ലായിരിക്കും ബാക്കിയുള്ള സന്ധികൾക്കും വേദന വരാം. പിന്നെ ഒരു അസുഖം ഈ ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖമാണ്. അത് യൂറിക് ആസിഡ് വന്ന് അടിഞ്ഞിട്ടുണ്ടാവുന്ന അസുഖമാണ്. അപ്പം ചില ആൾക്കാരിൽ യൂറിക് ആസിഡിന്റെ അളവ് രക്തത്തിൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരിൽ ഈ യൂറിക് ആസിഡ് നമ്മുടെ ജോയിന്റുകളിൽ വന്ന് അടിയുകയും മുട്ടിന് ഡാമേജ് സംഭവിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് മുട്ടിന് തേയ്മാനം വരുന്നത്. പിന്നെ ഏതെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു ACL, ലിഗമെന്റ് അതുപോലുള്ള ഇഞ്ചുറി വന്നതിന് ശേഷം അത് ചികിത്സിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നാലും നമുക്ക് ഈ തേയ്മാനത്തിലോട്ട് മുട്ടെത്താം. തീർച്ചയായും ഡോക്ടർ. അതുപോലെ തന്നെ ഈ കാൽമുട്ട് വേദനയ്ക്കും അതുമായി ബന്ധപ്പെട്ട് കാൽമുട്ടിനെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ രോഗനിർണയ മാർഗങ്ങൾ? പ്രധാനമായിട്ടും രോഗം നിർണ്ണയിക്കുന്നത് നമ്മൾ എക്സ്റേ എടുത്തിട്ടാണ്. എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ഓരോ സ്റ്റേജ് അനുസരിച്ച് 4 സ്റ്റേജ് ആയിട്ടാണ് തേയ്മാനത്തിനെ നമ്മൾ വകതിരിക്കുന്നത്. സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ തുടക്കവും സ്റ്റേജ് 4 എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റേജുമാണ്. സ്റ്റേജ് 1 ചെറിയ രീതിയിൽ കാർട്ടിലേജിന് ഡാമേജ് ഒരു 25% മാത്രമേ കാർട്ടിലേജ് പോകത്തുള്ളൂ. അതൊരു 50% സ്റ്റേജ് 2 ആവും. 75 ആവുമ്പോൾ സ്റ്റേജ് 3, അവസാനം ഒരു 100% കാർട്ടിലേജ് പോയി എല്ല് ഒരയുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴാണ് അത് ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് 4 എന്ന് പറയുന്നത്. സ്റ്റേജ് 4 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചികിത്സ നമുക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ. വേറെ എന്ത് ചികിത്സ ചെയ്തിട്ടും കാര്യമില്ല. അതേസമയം സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 ആണെങ്കിൽ പ്രധാനമായിട്ടും നമുക്കുള്ള ചികിത്സകൾ എന്ന് പറഞ്ഞാൽ മുട്ടിനുള്ള എക്സസൈസ്, മുട്ടിന് ചുറ്റുമുള്ള പേശിയുടെ ബലം വെക്കാനുള്ള എക്സസൈസ് സ്ഥിരമായി ചെയ്യുക. അതുകൂടാതെ നമുക്ക് ഉള്ളിൽ കഴിക്കാനുള്ള മെഡിസിനുകളുണ്ട്. അതും കൂടാതെ ഇപ്പം പുതിയതായിട്ട് വന്ന റീജനറേറ്റീവ് ഇഞ്ചക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ പറയുകയുണ്ടായി ഈ കാൽമുട്ടിലെ വേദന, അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇത് 3-ാം സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് ഇത് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമായതെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുമ്പോൾ. അതെ. അപ്പൊ സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ബോണും എല്ലും ഒരയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നോർമലി നമ്മുടെ എല്ലും ഒരഞ്ഞുകൂടാ. ഒരഞ്ഞു കഴിഞ്ഞാൽ അത് അതിയായ വേദന ഉണ്ടാവും. അതിനിടയ്ക്ക് ഒരു കാർട്ടിലേജ് ഉണ്ട്. ആ കാർട്ടിലേജ് പ്രതലമാണ് ഒരേണ്ടത്. അതാണ് നമ്മുടെ ജോയിന്റ്, വണ്ടിയുടെയൊക്കെ ടയർ പോലെ തന്നെ ആ സർഫസ് ആണ് നമുക്ക് മൂവ്മെന്റിന് വേണ്ടി സഹായിക്കുന്നത്. അതിനു പകരം അത് പൂർണ്ണമായി തേഞ്ഞു പോവുകയും എല്ലും ഒരഞ്ഞു തുടങ്ങുകയും എല്ലിന് ചെറിയ രീതിയിൽ പൊടിയല് അങ്ങനെയുള്ള സ്റ്റേജിൽ വരുമ്പോഴത്തേന് വളരെയധികം വേദന വരികയും കാല് വളഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ഇങ്ങനൊരു സ്ഥിതിവിശേഷത്തിൽ നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം തിരിച്ച് കാർട്ടിലേജ് കൊണ്ടുവന്ന് പഴയതുപോലെ ജോയിന്റ് ആക്കാൻ ഉള്ള ഒരു ടെക്നോളജിയും ഇതുവരെ നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആണ് നമ്മുടെ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ എല്ലിന്റെ ആ പ്രതലം, ഒരയുന്ന പ്രതലത്തിന് പകരം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ജോയിന്റ് അവിടെ വെക്കുകയാണ്. മുകളിലത്തെ എല്ലിലും താഴത്തെ എല്ലിലും നമ്മൾ മെറ്റൽ കണക്ട് ചെയ്യുകയും അതിന് ഇടയ്ക്കുള്ള ഭാഗത്ത് പ്ലാസ്റ്റിക്കിന്റെ ഒരു ജോയിന്റ് വരികയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേന് ഈ എല്ലും ഒരയുന്ന പ്രതിഭാസം ഒഴിവാകുന്നു. കൂടാതെ തന്നെ നമ്മുടെ പുതിയതായിട്ടുള്ള നമ്മൾ വെക്കുന്ന ജോയിന്റിൽ മൂവ്മെന്റ് നടക്കുകയും രോഗിക്ക് വേദന ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ചികിത്സാ രീതി. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള നൂതനമായ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്?
ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഓപ്പൺ സർജറി ഉണ്ട്. ഓപ്പൺ സർജറിയിൽ നമ്മൾ അലൈൻമെന്റ് എന്താണ് ഡോക്ടേഴ്സ് തന്നെ ചെക്ക് ചെയ്ത് നമ്മൾ അതിനനുസരിച്ചുള്ള ബോണിന്റെ കട്ട് എടുത്താണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഇപ്പൊ അതിനൂതനമായ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോബോട്ട് റോബോട്ടിന്റെ സഹായത്തോടെ ഈ കട്ട് എത്രത്തോളം എടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ ബോണിന്റെ കട്ടെന്ന് പറയുമ്പോഴത്തേന് ആ ഇംപ്ലാന്റ് ആ പ്രതലത്തിലാണ് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പം അതിന്റെ കട്ടിന്റെ വേരിയേഷൻ അനുസരിച്ച് നമ്മുടെ റിസൾട്ട് മാറാം, അല്ലെങ്കിൽ ഇംപ്ലാന്റ് വെക്കുന്ന അതിന്റെ ചരിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം പുതിയ നൂതനമായ ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിന്റെ സഹായത്തോടെ നമ്മൾ എത്രത്തോളം കട്ട് എടുക്കണം എന്നുള്ള മെഷർ ചെയ്യുകയും ആ മെഷർമെന്റ് അനുസരിച്ച് നമ്മൾ കട്ടെടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നൂതനമായിട്ടുള്ള രീതി. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പം മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. പണ്ട് നമ്മൾ കൊബാൾട്ട് ക്രോമിയം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഓക്സീനിയം കോട്ടഡ് വരുന്നുണ്ട്, പിന്നെ സിർക്കോണിയം, സെറാമിക്, നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ അതിന്റെ ടെക്നോളജിയിൽ ചെറിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ബിയറിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അതിനകത്ത് നമുക്ക് മുട്ടിൽ കുറച്ചും കൂടെ റൊട്ടേഷൻ സ്റ്റെബിലിറ്റി ആ മൊബൈൽ ബിയറിംഗ് ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യും. ഇതെല്ലാം കൂടുതൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതാണ്. പല രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും മാക്സിമം റിസൾട്ട് കിട്ടാൻ വേണ്ടി. തീർച്ചയായും. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ശസ്ത്രക്രിയ രീതികൾ എന്തൊക്കെയാണ്? ഇത് ഭാഗികമായി ഈ ശസ്ത്രക്രിയ ചെയ്യാനാകുമോ? അതെ, ഭാഗികമായി നമുക്ക് പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഏതേലും മുട്ടിന് 3 ജോയിന്റ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. ചിരട്ടയുടെ ജോയിന്റ് അല്ലെങ്കിൽ പറ്റല ഫിമറൽ ജോയിന്റ് എന്ന് പറയും. പിന്നെ ടിബിയോ ഫിമറൽ ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ നമ്മൾ കാണുന്ന ഒരു ജോയിന്റ് ആണ്. അതിന് തന്നെ ഉൾഭാഗമുണ്ട്, പുറം ഭാഗമുണ്ട്. ചില ആൾക്കാരിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉൾഭാഗത്തെ ആ ഭാഗം മാത്രം ആണ് തേയ്മാനം ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള സ്റ്റേജുകളിൽ നമുക്ക് ആ ഒരു ജോയിന്റ് മാത്രം മാറ്റിവെക്കുന്ന ഒരു പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് സർജറി പറയുന്നുണ്ട്. യൂഷ്വലി സാധാരണഗതിയിൽ ആ ഒരു ജോയിന്റ് മാത്രം ഇൻവോൾവ് ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സർജറി ചെയ്ത റിസൾട്ട് കിട്ടത്തുള്ളൂ. വേറെ ഏതെങ്കിലും ഭാഗത്ത് തേയ്മാനം ഉണ്ട്, ചിരട്ടക്കടിയിലൊക്കെ നല്ല രീതിയിൽ തേയ്മാനം ഉണ്ടെങ്കിൽ ഈ പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് നമുക്ക് യൂസ്ഫുൾ അല്ല. പിന്നെ പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് അത് കറക്റ്റ് ഇൻഡിക്കേഷനിലല്ല ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടത്തില്ല. തീർച്ചയായും ഡോക്ടർ. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഞാൻ എന്റെ കാലിന്റെ മുട്ടിൽ നല്ല വേദനയുണ്ട്, 2 കാലം. ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട്. എന്റെ പേര് വിവേകാനന്ദനാണ്. ആ 2 കാലം മുട്ടിൽ വേദനയുണ്ട് ഇങ്ങനെ കളിക്കുമ്പോ. കളി കഴിഞ്ഞ് കളിച്ചോണ്ടിരിക്കുമ്പോ കുഴപ്പമില്ല, കളി കഴിഞ്ഞാൽ പിന്നെ 2 മുട്ടും നല്ല വേദന വരാറുണ്ട് സാധാരണ. എത്ര വയസ്സുണ്ട് പ്രായം? 50 വയസ്സായി. 50 വയസ്സ്. പ്രായം എന്ന് പറയാം. 50 വയസ്സ്. ഡോക്ടർ 50 വയസ്സെന്നാണ് പറയുന്നത്. ഓക്കെ. സാധാരണഗതിയിൽ നമുക്ക് ഈ കൂടുതൽ കളിയിൽ ഏർപ്പെടുന്ന ആൾക്കാരിൽ കാണുന്നതെന്ന് വെച്ചാൽ ചിരട്ടയ്ക്കടിയിലുള്ള തേയ്മാനം വന്നിട്ടുള്ള വേദനയായിരിക്കും. ഈ ചിരട്ടയ്ക്കടിയിലുള്ള തേയ്മാനം വന്നിട്ടുള്ള വേദനയ്ക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്. അത് നമ്മൾ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് എണ്ണിക്കുമ്പോൾ, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അത് വേദന കൂടുതൽ. നേരെ നടക്കുമ്പോൾ ചിലപ്പോൾ അത്രയും വേദന അനുഭവപ്പെടത്തില്ല. ഇപ്പം അങ്ങനെയുള്ള ഒരു വേദനയാണോ ശ്രദ്ധിച്ചിട്ടുള്ളത്, അതോ എപ്പോഴും വേദനയാണോ? അങ്ങനെയുണ്ട്. പിന്നെ എപ്പോഴും ചില സമയത്തൊക്കെ നടക്കുമ്പോൾ ഇപ്പൊ ചെറുതായിട്ട് ഒരു കാലമുണ്ട് അങ്ങനെ. ശരി ശരി. പിന്നെ വേറെ ഈ തേയ്മാനം അല്ലാതെ തന്നെ മുട്ടിന് വേദന വരാം. മുട്ടിനകത്ത് ലിഗമെന്റും വാഷറും അങ്ങനെ കുറച്ച് സഹായിക്കേണ്ടതായിട്ടുള്ള, മുട്ടിന്റെ മൂവ്മെന്റിന് സഹായിക്കേണ്ടതായ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഈ വാഷറിന് ചെറിയ മുറിവ് വന്നാലും ഇതുപോലെ വേദന വരാം. ജോയിന്റ് ലൈനിൽ നല്ല രീതിയിലുള്ള വേദന വരാം. അപ്പം പ്രധാനമായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കുക. തേയ്മാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഏത് ഭാഗത്താണ് വേദന നോക്കുക. എന്നിട്ട് അത് മെനിസ്കസിന്റെയോ അല്ലെങ്കിൽ ലിഗമെന്റിന്റെയോ വേദനയാണെങ്കിൽ അതിനുള്ള സ്കാനോ കാര്യങ്ങളോ എടുത്ത് നോക്കി അതുപോലെ ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അതെ, ശരി, താങ്ക് യു. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. മുഹമ്മദിന് കേൾക്കാനാകുന്നുണ്ടോ? ഹലോ, ചോദിച്ചോളൂ. ആ കോൾ നഷ്ടമായെന്നാണ് കരുതുന്നത്. ഡോക്ടർ, നമ്മൾ ശസ്ത്രക്രിയയെ പറ്റിയും അത് ഭാഗികമായി ചെയ്യുന്നതിനെ പറ്റിയുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്?
പ്രധാനമായിട്ടും മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആ, ഒരു അഡ്വാൻസ് സർജറിയാണ്. അപ്പം അതിന് കോംപ്ലിക്കേഷനുകളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണുബാധയാണ്. കാരണം നമ്മൾ വേറെ നമ്മുടെ മുട്ട് മാറ്റിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ മുട്ടാണ് അവിടെ വെക്കുന്നത്. അപ്പം അത് ഒരു മെറ്റൽ മുട്ടാണ്. അപ്പം അതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എല്ലില് രക്തോട്ടം എത്തുന്ന പോലെ ആ എല്ല് ഈ വെച്ചേക്കുന്ന ഇംപ്ലാന്റിലോട്ടോ അല്ലെങ്കിൽ ആ മുട്ടിലോട്ട് രക്തോട്ടം എത്തത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അത് ചികിത്സിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക് രക്തത്തിൽ കൂടെയാണ് നമുക്ക് വേണ്ട ഭാഗത്ത് എത്തേണ്ടത്. പക്ഷേ ഈ നമ്മൾ വെക്കുന്ന ഇംപ്ലാന്റ് അത് മെറ്റൽ ആയതുകൊണ്ടും അതിൽ രക്തോട്ടം ഇല്ലാത്തതുകൊണ്ടും പലപ്പോഴും നമുക്ക് വേണ്ട അളവിൽ ആന്റിബയോട്ടിക് ഇതിൽ എത്തത്തില്ല. അതിനാൽ തന്നെ അണുബാധ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആ, ചികിത്സിച്ച് ഭേദമാക്കാൻ അണുബാധ വന്നു കഴിഞ്ഞാൽ പാടാണ്. അത് സ്റ്റേജ് 1, സ്റ്റേജ് 2 അങ്ങനെ 2-3 സ്റ്റേജ് ആയിട്ട് റിവിഷൻ ചെയ്ത് വേണം അത് ചികിത്സിച്ച് ഭേദമാക്കാൻ. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനമായിട്ടും കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20% അല്ലെ 15-20% ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും വേദന മാറാത്ത ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം അവർക്ക് ചിരട്ടയിലുള്ള തേയ്മാനമാണ്. ചിരട്ടയ്ക്കുള്ള തേയ്മാനം ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിരട്ട ഇതിന്റെ കൂടെ മുട്ട് മാറ്റി വെക്കുന്നതിന്റെ കൂടെ പലപ്പോഴും മാറ്റി വെക്കാറില്ല. അപ്പം ആ ചിരട്ട അവിടെ ഇരുന്നിട്ട് ചിലപ്പം ഒരയുകയോ അല്ല അതിന്റെ പൊസിഷനോ അലൈൻമെന്റോ ചെറിയ വേരിയേഷൻ വരികയോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ചെറിയ രീതിയിൽ വേദന അനുഭവപ്പെടാറുണ്ട്. പിന്നെ മൂന്നാമത്തെന്ന് വെച്ചാൽ ഒരു 5% ആൾക്കാർക്ക് ചിലപ്പോൾ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അവർ പറയും മുട്ട് മാറ്റി വെച്ചു അതിനുശേഷം എനിക്ക് പഴയതുപോലെ ഒരു സുഖമില്ല എന്നുള്ളൊരു അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും കാണുന്നത് നമ്മൾ ഈ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 തേയ്മാനം ഉള്ള ആൾക്കാർക്ക് മുട്ട് മാറ്റി വെക്കുമ്പോഴാണ്. അതേസമയം ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഗ്രേഡ് 4 തേയ്മാനം ഉള്ള ആൾക്കാർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെയധികം കുറവാണ്. അവർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ചെറിയ തേയ്മാനം ഉള്ളവർ മറ്റുള്ളവർ പറയുന്നത് എനിക്ക് മുട്ട് മാറ്റി വെച്ച് നല്ല സുഖമുണ്ട് എന്ന് കേട്ടിട്ട് പോയി വേദന ഉണ്ടെങ്കിൽ പോയി ചെയ്യുമ്പോഴൊക്കെയാണ് അങ്ങനെ കാണാറുള്ളത്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാൽമുട്ട് പൂർണ്ണമായും നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് മാറ്റാൻ സാധിക്കുമോ? അതായത് ഈ ശസ്ത്രക്രിയയ്ക്ക് മുൻപുണ്ടായിരുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ ദിനം പ്രതി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനാകുമോ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ? ആ, പ്രധാനമായിട്ടും നമ്മൾ ഈ ശസ്ത്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗിയുടെ വേദന മാറുക എന്നുള്ളതാണ്. അതിനുശേഷം രോഗിക്ക് റെഗുലർ ആയിട്ട് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ സാധാരണ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സുഖമായി ചെയ്യണം. ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ നടക്കുക, അത് നടക്കാം. അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കയറി മേലിലൂടെ താഴോട്ട് പോവുക, അല്ല വണ്ടി ഇരുന്ന് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ബാത്റൂം വരെ പോവുക. അങ്ങനെയുള്ള പ്രധാന റെഗുലർ ആയിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഇത് സർജറിക്ക് ശേഷം ചെയ്യാൻ പറ്റത്തുള്ളൂ. സർജറിക്ക് ശേഷം ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാനോ അങ്ങനെയുള്ള ഹെവി ആക്ടിവിറ്റീസ് നമ്മൾ ആർട്ടിഫിഷ്യൽ നീ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് ആ ഒരു അബോധം ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പലപ്പോഴും പഴയ നമ്മുടെ നോർമൽ ജോയിന്റിന്റെ അതേ കാര്യങ്ങളെല്ലാം പഴയതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങോട്ട് ബാത്റൂമിൽ പോകാൻ പറ്റാത്ത, യാത്ര ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ മുട്ടുമാറ്റി വെച്ചാൽ അവരുടെ വേദന പൂർണ്ണമായിട്ട് മാറുകയും അവർക്ക് സുഖമായി യാത്ര ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഇപ്പം ചില ആൾക്കാർക്ക് തീർത്ഥാടനം എന്ന് വെച്ചാൽ ഈ പ്രായം അതുപോലെയാണ്, 60-70 വയസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തീർത്ഥാടനത്തിന് പോകണമെങ്കിലോ അല്ലെങ്കിൽ വേറൊരു പരിപാടിയിൽ പങ്കെടുക്കാം, അതൊക്കെ അവർക്ക് സുഖമായിട്ട് പോയി അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരാൻ പറ്റും. വലിയ രീതിയിലുള്ള ഇപ്പോൾ ഒരു മല കയറാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു നിസ്സാര കാര്യമല്ല ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ക്ലീൻ ആയിട്ട് നമ്മുടെ ബോഡി വെക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണുബാധ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴായാലും ഏതൊരു ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നാലും നമ്മൾ ഉടനെ തന്നെ അത് ചികിത്സിക്കണം. അത് ചികിത്സിക്കാതെ വെച്ചുകൊണ്ടിരുന്ന് ആ അണുബാധ രക്തത്തിൽ കയറുകയാണെങ്കിൽ അത് രക്തം വഴി മുട്ടിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 അല്ല 60 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ്. അതും കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് മൂത്രത്തിലൊക്കെ അണുബാധ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഒരു അണുബാധ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു
പേഷ്യൻസ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കും. കാരണം മുട്ടിന് ചുറ്റുമുള്ള പേശികൾ ബലപ്പെടുത്താൻ വേണ്ടി ആ എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. കാരണം മുട്ടിന്റെ മൂവ്മെന്റ് ഒരു പ്രതലത്തിലാണ് നടക്കുന്നത്. പക്ഷെ ആ മൂവ്മെന്റ് നടത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് പേശികളാണ്. ആ സ്ട്രോങ് ആയിട്ടുള്ള പേശികൾ ഉണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പം ചിലർ പറയും ഇരുന്നിട്ട് എണ്ണിക്കാൻ നേരത്തെ ഒരു ബലം കിട്ടുന്നില്ല എന്നൊക്കെ പറയാം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന് ചുറ്റുമുള്ള പേശികൾ അത്രയും ബലം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ ശരീരം പൊക്കണ്ടേ. അപ്പൊ അതിനനുസരിച്ചുള്ള ബലം അവർക്ക് ആ പേശിയൊക്കെ വന്നിട്ടില്ല. പലരും എക്സസൈസ് ചെയ്യാൻ മടി കാണിക്കും. അതാണ് വേറൊന്ന്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട് മടക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടറിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് മുട്ട് മടക്കാൻ നോക്കുകയും ചെയ്യുക. വേദന കാരണം മുട്ട് മടക്കാതിരുന്നു കഴിഞ്ഞാൽ മുട്ടിന് സ്റ്റിഫ്നെസ് വരികയും പിന്നെ നമ്മൾ വളരെ നാള് ഫിസിയോതെറാപ്പി ചെയ്ത് മൂവ്മെന്റ് പഴയതുപോലെ ആക്കിയെടുക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, പാലക്കാട് നിന്നും പൊന്നമ്മയാണ്. പൊന്നമ്മ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ആ സർ, ഞങ്ങളിവിടെ ഇപ്പോൾ മൂപ്പർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു 2 വർഷമായി മുട്ടിയിലാണ്. പക്ഷെ കാലിപ്പോ പറഞ്ഞോളൂ. മടക്കണ ഒരു സ്റ്റെപ്പ് ആ ഒരു അളവിനെ നമുക്ക് കാല് തൂക്കി വെക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതിലെന്താ ഫാൾട്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്ന് രണ്ട് മുട്ട് മാറ്റി ചെയ്യണോ? ഇല്ലല്ല, ഒന്നാണ്. മുട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ അങ്ങനല്ല, പെട്ടെന്നൊന്ന് സ്ലിപ്പായി വീണു. അപ്പൊ ആ മുട്ടിന്റെ ചിരട്ട മൊത്തം ഫാൾട്ടായി എന്നാണ് ഇവിടെ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഇവിടെ Okay, okay. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ 2 years ആയി. അപ്പൊ അതിൽ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരി അപ്പൊ അതില് അപ്പൊ സാധാരണ ഗതിയില് ഈ ട്രോമ വന്നിട്ട് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ല് ചേരാൻ വേണ്ടി പലപ്പോഴും നമ്മൾ മുട്ട് അനക്കാതെ വെക്കും. കാരണം അനക്കി കഴിഞ്ഞാൽ ഈ പൊട്ടൽ അനങ്ങുകയും പിന്നെ എല്ല് ചേരാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പം തുടക്ക സ്റ്റേജിൽ നമ്മൾ മുട്ട് അനക്കാതിരിക്കാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും ചിലപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 4 ആഴ്ച അല്ലെ 6 ആഴ്ച മുട്ട അനക്കാതിരിക്കേണ്ടതെന്ന് പറയുന്നത് ചിലപ്പോൾ അത് 8 ആഴ്ചയും 12 ആഴ്ചയാവും. 6 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച അല്ല 6 ആഴ്ച കൂടുതൽ മുട്ട അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിരട്ടേന്ന് ഈ ഫൈബ്രോസിസ് എന്ന് പറയും. ഈ ഫൈബേഴ്സ് വന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ട് വന്ന് ഒട്ടും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, പിന്നെ ഈ മുട്ട് അനങ്ങി വരാൻ ഒരു പാട് വരും. അപ്പം അതിന് കാരണം ഈ ചിരട്ടയ്ക്കും ജോയിന്റുകൾക്കും ഫുള്ള് ഈ ഫൈബേഴ്സ് വന്ന് ഒട്ടുന്നോണ്ടാണ്. അത് അങ്ങനെ ഒട്ടാൻ അവസരം വരുന്നത് ഈ പ്രൊലോങ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി നാള് മുട്ട അനക്കാതെ വെക്കുമ്പോഴാണ് പ്രധാനമായിട്ടും അങ്ങനെ കണ്ടിട്ടുള്ളത്. പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും അത് സ്റ്റിഫ്നെസ്സിലോട്ട് പോയി കാണും. കാരണം ഈ ഒരു ഫൈബ്രോസിസ് വന്നിട്ട് സ്റ്റിഫ്നെസ്സിൽ പോയതാവാനാണ് സാധ്യത. ഓൾറെഡി 2 വർഷം കഴിഞ്ഞെന്ന് പറയുന്നു. 2 വർഷം കഴിഞ്ഞെങ്കിൽ ഇനിയിപ്പോ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താൽ എത്രത്തോളം അത് റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. സാധാരണഗതിയിലുള്ള ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീഹോളോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടോ ഈ ഫൈബേഴ്സ് റിലീസ് ചെയ്ത് മുട്ടും അനക്കി എടുക്കുക എന്നുള്ളതാണ് ചികിത്സ. കാണിക്കുന്ന ഡോക്ടറിനെ ഒന്ന് കാണിച്ചിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പോലെ ചികിത്സ എടുത്തോളൂ. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ, ഗുഡ് ഈവനിങ് സാർ. പറഞ്ഞോളൂ, ഡോക്ടർക്ക് കേൾക്കാം. നമസ്കാരം, പറഞ്ഞോളൂ. ആ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ ശസ്ത്രക്രിയ ഇത്രയും സമയം പറഞ്ഞതിൽ പലതും മനസ്സിലാക്കി. ആ കൂട്ടത്തിൽ അത് സാധാരണക്കാരന് ചെയ്യാവുന്ന ആസ്പത്രിയിൽ ഇത് സൗകര്യമുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാ. ഇതിപ്പോ ഹലോ ഡോക്ടർ, ചോദ്യം വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ പറഞ്ഞോളൂ. സാധാരണഗതിയിൽ മുട്ടുമാറ്റി ശസ്ത്രക്രിയ ഇപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും ഗവൺമെന്റ് ആശുപത്രികളിലും നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിൽ തന്നെ എന്താണ് അവിടെ ഉള്ള ഒരു നമ്മുടെ ആയുഷ്മാൻ ഭാരതിന്റെ സ്കീമിൽ നമുക്ക് മുട്ടുമാറ്റി ശസ്ത്രക്രിയ അധികം പണച്ചെലവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് അറിയുന്നത്. പ്രധാനമായിട്ടും താലൂക്ക് അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലാണ് മുട്ടുമാറ്റി ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് നടക്കുന്നത്. പിന്നെ കൂടാതെ മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ ഫ്രീ ആയിട്ട് മുട്ടുമാറ്റി ശസ്ത്രക്രിയ
ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൈവറ്റിലോട്ട് എത്തുവാണെങ്കിൽ മുട്ടുമാറ്റുവെക്കൽ ശസ്ത്രക്രിയയുടെ റേറ്റ് ഓരോ ആശുപത്രിക്ക് അനുസരിച്ച് വ്യത്യാസം വരാം. മുട്ടുമാറ്റുവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റിന്റെ റേറ്റ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂം റെന്റ്, മരുന്ന്, ബാക്കിയുള്ള ചികിത്സ അനുസരിച്ച് ഓരോ ആശുപത്രിയുടെയും റേറ്റ് അനുസരിച്ചാണ് പിന്നെ അതിനകത്തുള്ള വ്യത്യാസം വരുന്നത്. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കാൽമുട്ടിലെ വേദന, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രശ്നങ്ങൾ, ഇവയൊക്കെ ശസ്ത്രക്രിയയ്ക്ക് മുൻപായി തന്നെ നമുക്ക് എങ്ങനെയാണ് ഭേദമാക്കാൻ കഴിയുക? അതുപോലെ തന്നെ ഇതൊക്കെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടുവേദന തുടങ്ങുവാണെങ്കിൽ തന്നെ ഒരു ഡോക്ടറിനെ സമീപിച്ച് അതിന്റെ ചികിത്സ നേടേണ്ടതാണ്. പലപ്പോഴും രോഗിക്ക് വേദന കാണും, അവര് സഹിക്കാൻ പറ്റുന്ന വേദനയായിട്ട് വെച്ചുകൊണ്ടിരിക്കും. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഈ വേദന നേരത്തെ കൂടും. ആ ഒരു സ്റ്റേജിൽ വന്നിട്ട് നമ്മൾ ഡോക്ടറിനെ കാണും. ആ സമയത്ത് ഡോക്ടറിനെ സഹായിക്കാവുന്നതിലപ്പുറം മുട്ടിന് ഡാമേജ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നേരത്തെ തന്നെ ചികിത്സ നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മുട്ടും വേദന തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ എക്സ്റേ അല്ലെങ്കിൽ MRI ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സ്റ്റേജിൽ നമുക്കറിയാം MRIക്ക് റേറ്റ് കൂടുതലാണ്. പക്ഷേ മുട്ടുവേദന നമുക്ക് മരുന്നുകൾ കൂടെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ MRI എടുത്ത് അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കുക. കാരണം മുട്ട് എക്സ്റേയിൽ നമുക്ക് തേയ്മാനം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ഡാമേജുകൾ നമ്മൾ അറിയണമെങ്കിൽ MRI സ്കാനിന്റെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. കൂടാതെ നമ്മൾ എപ്പോഴും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിന് മുമ്പേ തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ വാംപ് ചെയ്തതിന് ശേഷം മാത്രം ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജോയിന്റ് ഡാമേജ് വരാനുള്ള സാധ്യത, ശരി ഡോക്ടർ, വ്യക്തമാണ്. വളരെയധികം നന്ദി ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിച്ചതിന്. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിനായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ഇബാദ് ഷായാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. നമസ്കാരം. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.